ജയന്തി, ഇതെന്ത് ഗോഷ്ടിയാണ്? നീ ഇന്നും കൊച്ചു കുഞ്ഞാണോ? അമ്മ, നമ്മുടെ വീട് ഇടിച്ചു നിരത്തി ഈ പ്ലാനിൽ പണിയിക്കണം. ഇപ്പോൾ അടുക്കള ഒരു മൂലയിലല്ലേ? നോക്കണം, വീട്ടിന്റെ മധ്യത്ത് വേണം. ഏത് മുറിയിലും ആഹാരമില്ലാതെ എത്ര എളുപ്പത്തിൽ എത്തിക്കാമെന്ന. ഇനി ഇതിന്റെ കുറവേ ഉള്ളൂ. എടി, ഈ മണ്ണും ചവറുമൊക്കെ വരെ ദൂരക്കള. അച്ഛൻ ഇപ്പൊ വരും ചോരലും കൊണ്ട്. ഞാൻ ടേട്ടേന്ന് നല്ല തല്ലു കൊടുക്കും. ആരെ? എന്റെ മോളെ. നിന്റെ മോളോ? ഞാൻ ബുൾബുൾ എന്ന് പേര്. ശിവ ശിവ, തലയിലെഴുത്ത് തന്നെ. അച്ഛനിവിടെ ഇല്ലേ? അയ്യോ, തുലഞ്ഞു. എന്റെ മോട്ടോർ ഷെഡ് തകർത്തല്ലോ. ഞാൻ കണ്ടില്ല. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഒന്ന് വേഗം ചെന്ന് പറയൂ. പറഞ്ഞാൽ കേൾക്കണ്ടേ? അവൾക്കൊരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് വീട് വരികയാണ്. ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിച്ചാൽ മതിയോ? നല്ല മൂസവനെയും വിളിച്ച് കാണിക്കണം. ഒന്നും വേണ്ട. വിവാഹമാണ് ഈ രോഗത്തിന് പറ്റിയ ഔഷധം. ഇത്തരം വിഡിത്തങ്ങൾ ഉള്ളപ്പോൾ ആരെങ്കിലും വിവാഹം ചെയ്യുമോ? നോക്കട്ടെ. ആരാണ് ഉന്മേഷത്ത്? സാരിയെ കുറിച്ചും ബ്ലൗസിനെ കുറിച്ചും എല്ലാം പിന്നെ പറയാം. എന്റെ അച്ഛന് സൂക്കേട് വളരെ കൂടുതലാണ്. അവിടം വരെ ഒന്ന് വന്നാൽ. ജയന്തി, അകത്തേക്ക് പോകൂ. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയി. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്റെ കാറിൽ തന്നെ വന്നേക്കാം. ബാഗ് എടുത്തുകൊണ്ട് വരട്ടെ. ഇവിടെ നിൽക്കൂ. എന്താ അമ്മണി എവിടെ? അവൾ ഇപ്പൊ വരും. ഡോക്ടറെ വിളിക്കാൻ പോയിരിക്കുകയാണ്. ദൈവമേ, ഈ കടുങ്കൈ എന്നോട് കാണിച്ചല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കരുത്. അച്ഛാ, സംസാരിക്കരുത്, ക്ഷീണം കൂടും. പാസി, നീ ആ വീശരി ഇങ്ങ് തരൂ. ഡോക്ടർ വരുന്നോ നോക്കെ. അച്ഛാ, കാറ്റ് കിട്ടുന്നില്ലേ? സുഖമായി ഉറങ്ങണം. ഞാൻ വീശി വീശി ഉറക്കി. ഉറങ്ങുന്നു. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? ജോലിയില്ല, ഒന്നുമില്ല. പോ. ഇത് ഓഫീസാണെന്ന് തോന്നുന്നു. ചേട്ടാ, പോകാം. എന്താ? അനുവാദം കൂടാതെ അകത്ത് കിടക്കുന്നവരെ ശിക്ഷിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഹോ. ഇതാ, നടന്ന് നടന്ന് ക്ഷീണിച്ചു അല്ലേ ചേട്ടാ? നാം നടക്കാൻ ആരംഭിച്ചല്ലേ ഉള്ളൂ. ഇപ്പോഴേ തളർന്നാലും ധൈര്യമായിരിക്കൂ. ഇനി ആരോട് ഉദ്യോഗത്തിന് യാചിക്കും? എവിടെ പോകും? നീ ഇത്ര നിരാശപ്പെട്ടാലും നമുക്കിനി യാചിക്കാതെ ജീവിക്കാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. പഠിച്ചതുകൊണ്ടായില്ല. ശുപാർശ ചെയ്യാൻ ആളുണ്ടെങ്കിലേ ഉദ്യോഗം കിട്ടും. ഒരു ജോലി തരണമെന്ന് പറയുമ്പോ ആളുകളുടെ നെറ്റ് ചുളിയുന്ന കണ്ടില്ലേ? എന്തിനമ്മണി ഉദ്യോഗം? ഈ മണ്ണ് നമ്മെ ചതിക്കയില്ല. ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. നമുക്ക് മാലവിത്തെങ്കിലും മാനമായി ജീവിച്ചുകൂടെ? ശരിയാണ് ചേട്ടാ. പൂമരങ്ങൾക്ക് മനുഷ്യരെക്കാൾ അനുകമ്പ കാണും. ഞാൻ തന്നെ എവിടെയെല്ലാം തിരക്കുന്നു. ഇവിടെയല്ലേ താൻ? അതെ, ഇവിടെ തന്നെ. പാറ്റോസ്കേപ്പില് നമ്മുടെ കുറുപ്പേട്ടനും ഞാനും കസിൻസാ. എന്താ കാര്യം? രഹസ്യമാണ്. ഞാൻ ഇരുന്നിട്ടോ
ബർമയിലുണ്ടല്ലോ, അവിടെ ഈ വിളക്ക് തൂണയിലെല്ലാം പ്രസ് ബട്ടൺ വെച്ചിട്ടുണ്ട്. ഒന്ന് അമുക്കിയാൽ മതി, ഒരു വെളുത്ത ബെഞ്ച്. ഈ ട്രാഫിക്കാരന്റെ കൈ നീളുന്നതല്ലേ ഒരു ചാട്ടമാണ്. അതിലെല്ലാവർക്കും കയറിയിരുന്ന് സംസാരിക്കാം. എന്ത് സൗകര്യം! ആ പരിഷ്കാരം ഇവിടെ കൂടെ നടപ്പിലാക്കിയിരുന്നത് എത്ര ഭേദം. ഞാൻ തനിക്കൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. ഒരു വിവാഹാലോചന. ആർക്ക്? എനിക്കോ? അതെ, ഇനി ഒരു കപ്പ് കാപ്പ് കുടിച്ചിട്ട് സംസാരിക്കാം. വന്നാട്ടെ. വാന്ന് ചേട്ടാ. വേണ്ട വേണ്ട, അപ്പൊ ഉറങ്ങുമോ മറ്റാണെങ്കിൽ ഉപദ്രവിക്കണ്ട. ഇല്ല, വെറുതെ ഇരിക്കാണ്. അങ്ങോട്ട് ചെല്ലാം. ഈ പെൺകുട്ടികളെ പൂക്കളുടെ ഇടയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ. ചേട്ടാ. അപ്പോ ആര്? കുറുപ്പോ? വരണം. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഒന്നും പറയണ്ട. എന്റെ ബന്ധപ്പാടുകൾ വല്ലതും അപ്പു അറിഞ്ഞു? എങ്കിലും ഈ സാധുക്കൾ ഇത്ര നാളായിട്ട് ഒന്ന് അന്വേഷിക്കാൻ പോലും തോന്നിയില്ലല്ലോ. അത് തെറ്റ് തന്നെ, സമ്മതിച്ചു. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. പഴയ വീടും പറമ്പും ഒക്കെ കടക്കാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി, ഇല്ലേ? അച്ഛനെ ഈശ്വരനും കൊണ്ടുപോയി. അറിഞ്ഞു അപ്പു. പോയവരെല്ലാം ഭാഗ്യശാലികൾ. അങ്ങനെയാണല്ലോ, കഷ്ടകാലത്ത് ദുരിതങ്ങൾ കൂട്ടത്തോടാണ് വരിക. ഈ വീട് സ്വന്തം തന്നെയല്ലേ? ആകെയുള്ള ഇതാണ്. മതിയല്ലോ. മാളികയോ വിഭവങ്ങളോ അല്ലല്ലോ, മനസ്സല്ലേ സുഖം തരുന്നത്. മുൻവശത്ത് ഉദ്യാനം ബഹുജോർ. അനിയത്തിയുടെ പണിയായിരിക്കും. അതെ, അതിലെ പൂക്കളാണ് ഇപ്പോൾ ഞങ്ങളെ പുലർത്തുന്നത്. ഈ പൂക്കൾ വിറ്റാൽ എന്ത് കിട്ടാനാണ്? അനിയത്തി കുറെയൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് ഒരു ഉദ്യോഗത്തിന് ശ്രമിക്കാത്തത്? ശ്രമിക്കാത്ത കുറ്റമൊന്നുമല്ല. BA-ക്കാരും MA-ക്കാരും ഉദ്യോഗമില്ലാതെ അലയുന്ന ഇക്കാലത്ത് കോളേജിൽ നിന്ന് എത്തി നോക്കിയ ഇവൾക്ക് എന്ത് കിട്ടാൻ? കൈക്കൂലി കൊടുത്താൽ കിട്ടുമെന്ന് പറയും. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർ കൈക്കൂലിക്ക് എവിടെ പോകും? ഇന്ന് അരിഷ്ടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും അതിലൊരു സുഖമുണ്ട് കുറുപ്പേ. ഈ പ്രായത്തിൽ ഇത്ര കഷ്ടപ്പെട്ടാലോ? ആട്ടെ, ഒരു ഉദ്യോഗം ഉണ്ടാക്കി തരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോ ഒരു സിഗരറ്റ് വലിക്കണം. വേണ്ട. ചുമ്മാ പോയിക്കണം. വേണ്ട കുറുപ്പേ, ഇതില്ലാതെ തന്നെ ജീവിതത്തിൽ പുക നിറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളുടെ ചേട്ടനെ എന്താണ് തട്ടിയേക്കട്ട? തട്ടണോ? ഹേയ്, തട്ടാൻ വരട്ടെ. വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കരുത്. എടാ കൊച്ചുണ്ണി, നീ എന്തോ പറയുന്നു? നമുക്ക് ഹോട്ടലിൽ പോയി നിങ്ങളുടെ സാമാനമെല്ലാം ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നേക്കാം. എന്താ? അതൊരു വേല തന്നെ. തന്നെ ഇത് അനിയനും ചേട്ടനും തമ്മിലുള്ള വഴക്കാണല്ലോ. നമ്മളെങ്ങനെ? ചേട്ടൻ തന്നെ നാഗപ്പ, പക്ഷെ ഊട്ടി പിടിച്ച് കളിച്ചാൽ അതും പോട്ടെ. എന്നെ ഇവന്റെ കെട്ടുകളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതോ. നിങ്ങളാരും സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇതിട്ടോളാം. ഇത് കണ്ടോടാ, ഇത് ഇരുമ്പ് പറ ഉണ്ടല്ലോടാ.